ദൈവനാമത്തിന് മഹത്വം ഉണ്ടാകട്ടെ. യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ സ്നേഹവന്ദനം. പ്രിയമുള്ളവരെ, യേശുമശിഹ പറഞ്ഞിട്ടുള്ള ചില വാക്കുകൾ, ചില വാചകങ്ങൾ നമ്മെ ആകെ ആശയക്കുഴപ്പത്തിലാക്കുന്നവയാണ്. അപ്രകാരമുള്ള ഒരു വാചകമാണ് ശുദ്ധമുള്ള മത്തായി എഴുതിയ രക്ഷാസുവിശേഷം 10-ാം അധ്യായത്തിൻ്റെ 34-ാം തിരുവചനത്തിൽ വിശുദ്ധ ഗ്രന്ഥം നമ്മെ കാണിച്ചു തരുന്നത്. ഞാൻ വന്നത് സമാധാനം വരുത്തുവാനല്ല, പിന്നെയോ വാളിനെ അത്രേ. കേൾക്കുമ്പോൾ നമുക്ക് നടുക്കമുണ്ടാക്കാവുന്ന ഒരു ചിന്തയാണ്. സമാധാന പ്രഭു എന്ന് പേരുള്ളവനാണ് ഇത് പറയുന്നത്. ഞാൻ വന്നത് സമാധാനം വരുത്തുവാനല്ല, പിന്നെയോ വാളിനെ അത്രേ. എന്താണ് ഇവിടെ അർത്ഥമാക്കിയത്? സമാധാന ലംഘകനാണ് താനെന്നോ ഉള്ള സമാധാനം നഷ്ടപ്പെടുത്തുവാൻ വന്നവനാണെന്നോ ഒന്നുമല്ല. ഇവിടെ പലപ്പോഴും ആളുകൾ ലോകപ്രകാരമുള്ള സമാധാനം തേടുന്നവരും അത് നേടാൻ പരിശ്രമിക്കുന്നവരുമൊക്കെയാണ്. എന്നാൽ ആത്മപ്രകാരമുള്ള സമാധാനം നേടണമെങ്കിൽ ജീവിതത്തിൽ ചില മുറിച്ചു മാറ്റപ്പെടലുകളും ചില വെട്ടിമാറ്റപ്പെടലുകളുമൊക്കെ സംഭവിക്കണം. ചില വ്യക്തികളോട്, ചില സാഹചര്യങ്ങളോട്, ചില ബന്ധങ്ങളോട് ഒരു മുറിച്ചു മാറ്റപ്പെടൽ, ഒരു വേർപാട് ഉണ്ടാകണം. അങ്ങനെ ഒരു വിശ്വാസിയെ പൂർണ്ണ വിശുദ്ധിയിൽ ദൈവസ്നേഹത്തിൽ ബന്ധിക്കേണ്ടതിനു വേണ്ടി മുറിച്ചു മാറ്റാനുള്ള വാളിനെക്കുറിച്ചാണ് ഇവിടെ കർത്താവ് പറഞ്ഞത്. ലോകപ്രകാരമുള്ള സമാധാന പാലനത്തിനു വേണ്ടി ഒരുപക്ഷെ നമ്മളെല്ലാം കോംപ്രമൈസ് ചെയ്യുന്നവരാണ്. അങ്ങനെ കോംപ്രമൈസ് ചെയ്യുമ്പോൾ പലപ്പോഴും സത്യദൈവത്തെ തള്ളിപ്പറയാനോ അല്ലെങ്കിൽ ദൈവത്തെ പാർശ്വവൽക്കരിക്കാനോ എന്നിട്ട് സാഹചര്യത്തിനനുസരിച്ച് ആരാധനയും കാഴ്ചപ്പാടുമൊക്കെ മാറ്റാനും അങ്ങനെ നമ്മൾ ഒരു നിലപാടില്ലാത്തവരായി മാറാനോ ഒക്കെ സാധ്യതയുണ്ട്. ഇവിടെ തീവ്രവാദിയാകണമെന്നല്ല പറയുന്നത്. വ്യക്തമായ നിലപാടുണ്ടായിരിക്കണം. താൻ വിശ്വസിക്കുന്ന ദൈവത്തോടുള്ള കൂറും വിശ്വസ്തതയും ഉണ്ടാകണം. തന്നെ സൃഷ്ടിച്ച, രക്ഷിച്ച, പരിപാലിക്കുന്ന, വീണ്ടെടുക്കുന്ന ദൈവത്തോടുള്ള കൂറും വിശ്വസ്തതയും. ഈ ദൈവത്തിൽ നിന്ന് ഒരു മനുഷ്യനെ പിന്മാറ്റത്തിലേക്കും തെറ്റിലേക്കും തെറ്റായ കൂട്ടുകെട്ടിലേക്കുമൊക്കെ ബന്ധിക്കുന്ന ഏത് സാധ്യതകളെയും സാഹചര്യങ്ങളെയും മുറിച്ചു മാറ്റണം. ശരിക്കും യേശുവിനെ പിൻപറ്റാൻ ആഗ്രഹിക്കുന്നവർ ഒരുപാട് വെട്ടിമാറ്റപ്പെടലിന് വിധേയപ്പെടേണ്ടവരാണ്. പല ബന്ധങ്ങളും മുറിച്ചു മാറ്റേണ്ടവരാണ്. അങ്ങനെ ഒരു മുറിച്ചുമാറ്റൽ ഒരു വ്യക്തിയുടെ ആത്മീക ജീവിതത്തിൽ സംഭവിക്കുന്നില്ലെങ്കിൽ ആ വ്യക്തി കർത്താവിന് കൊള്ളാവുന്ന വ്യക്തിയായി തീരുന്നില്ല. ആസ്വാദനങ്ങളും സുഖലോലുപതകളും ലൗകിക ബന്ധങ്ങളുമൊക്കെ പലപ്പോഴും ഒരാധ്യാത്മിക മുന്നേറ്റത്തിനും വിജയത്തിനും തടസ്സമാണ്. ഇങ്ങനെ കർത്താവ് പറഞ്ഞു വയ്ക്കുന്ന ധ്യാനചിന്ത നമ്മുടെ ഹൃദയത്തിൽ സൂക്ഷിച്ചിട്ട് കർത്താവ് ഇവിടെ പറഞ്ഞ വചനത്തിൻ്റെ അർത്ഥം നമുക്ക് ബോധ്യപ്പെടണം. ഞാൻ വന്നത് ലോകപ്രകാരമുള്ള സമാധാനം വരുത്തുവാനല്ല, പിന്നെയോ ആത്മപ്രകാരമുള്ള സമാധാനം വരുത്തുവാനാണ്. ആയതിനു വേണ്ടി വാളിനെ നിങ്ങളുടെ മേൽ അയക്കുവാൻ, നിങ്ങളെ വെട്ടിമാറ്റുവാൻ, നിങ്ങളെ വേർതിരിച്ചെടുക്കുവാൻ ഞാൻ വന്നിരിക്കുന്നുവെന്ന് കർത്താവ് പറഞ്ഞതായി മനസ്സിലാക്കണം. അങ്ങനെയാകുമ്പോൾ നമുക്ക് ഈ വചനത്തിൻ്റെ ആത്മീക അർത്ഥം ബോധ്യപ്പെടുകയും കർത്താവിനെ നാം സ്തുതിക്കുകയും ചെയ്യും. ദൈവം അനുഗ്രഹിക്കട്ടെ. ഒത്തിരി സ്നേഹത്തോടെ പാറേക്കര അച്ഛൻ.